ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്ന് പറയുന്ന യൂണിറ്റിലെ ഫുൾ ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള ലെറ്റ്സ് റൈറ്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദെൻ ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1. Identify the rhythm of the song given below and add more lines to it. അപ്പോൾ എന്താണ്, ഒരു പോം തന്നിട്ടുണ്ട്. അപ്പോൾ പോത്തിൻ്റെ ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. If I find a tailor's son, he will teach me how to stitch. He will stitch, I will stitch, we will stitch together. If I find a painter's son, he will teach me how to paint. He will paint, I will paint, we will paint together. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ലൈന്. ഇനി ബാക്കി നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ടൈലറും പിന്നെ പെയിൻറ്ററിൻ്റെയും കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് സിംഗറിനെ വെച്ചിട്ട് എഴുതി നോക്കാം. ഇഫ് ഐ ഫൈൻഡ് എ സിംഗേഴ്സ് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു സിങ്. ഹീ വിൽ സിങ്, ഐ വിൽ സിങ്, വി വിൽ സിങ് ടുഗെദർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പോത്തിൻ്റെ ബാക്കി ലൈൻസ് എഴുതേണ്ടത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 2. Then activity 2 word game. ഒരു word game ആണ് activity 2. Stand in pairs, select a word from the passage The Great Adventure. Make as many words as you can using the letters of the word you have selected. അപ്പോൾ എന്താണ് The Great Adventure എന്ന് പറയുന്ന ആ പാസേജ് ഇല്ലേ, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ വേർഡിൽ നിന്ന് നമുക്ക് എത്രത്തോളം വേർഡ് ആ വേർഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം വേർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു വേർഡ് സെലക്ട് ചെയ്യാം. അഡ്വെഞ്ചർ എന്ന് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, അഡ്വെഞ്ചർ എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ആ വേർഡിൽ നിന്ന് എത്ര ചെറിയ വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അപ്പോൾ അഡ്വെഞ്ചർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ വേർഡിൽ നിന്ന് എത്ര വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. വെഞ്ചർ, ഡെൻ, റൂഡ്, ഡേറ്റ്, ട്രേഡ്, നേച്ചർ, നെറ്റ്, നിയർ, ടേൺ, ഡിയർ, നീറ്റ്, ടെന്ന്, റെഡ്, റീഡ്, ടിയർ, റണ്ണ്, ഡയർ, ട്രീ, വാൻ, റേറ്റ്, നീഡ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ വേർഡ്സൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഈ വലിയ വേർഡായ അഡ്വെഞ്ചർ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Then activity 3. Toto-chan and Yasuki-chan had never seen a television set. What about you? Is watching television good or bad? അപ്പോൾ ഈ ടെലിവിഷൻ വാച്ച് ചെയ്യുന്നത് ഗുഡ് ആണോ ബാഡ് ആണോ? ലെറ്റ്സ് ഹാവ് എ ഡിബേറ്റ് ഓൺ ഇറ്റ്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടൊരു ഡിബേറ്റ് ചെയ്യാം. ഫൈൻഡ് എ മോഡറേറ്റർ ആൻഡ് കണ്ടക്ട് ദ ഡിബേറ്റ്. When you debate on a topic, you will have to either support or differ on certain points. Which of the following expressions can be used to support, differ? Write their numbers in separate columns. Make use of these expressions while you are debate. അപ്പോൾ എന്താണ് ഒരു ഡിബേറ്റ് നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്തിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, യോജിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഒന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുക, ഡിഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ സ്ട്രോങ്ലി സപ്പോർട്ട്, ഐ ഡോണ്ട് അഗ്രി വിത്ത് യു, സോറി ഐ കാണ്ട് അഗ്രി വിത്ത് യു. ദെൻ എക്സ്പ്രഷൻ ടു ബി യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ എക്സ്പ്രഷൻ ടു ബി യൂസ്ഡ് ടു ഡിഫർ ചെയ്യാണ് എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഇത് വായിച്ച് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണ നമ്പറൊക്കെ ആ കോളത്തിൽ എഴുതി കൊടുക്കുക. ദെൻ ഡിഫർ ചെയ്യണ നമ്പറൊക്കെ ദെൻ സെക്കൻഡ് കോളത്തിലും എഴുതി കൊടുക്കുക. നമ്പർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഐ സ്ട്രോങ്ലി സപ്പോർട്ട്. അപ്പോൾ അതെന്താണ്, അത് സപ്പോർട്ട് ചെയ്യണതാണ്. ദെൻ ആദ്യത്തേൽ 1 എന്ന് എഴുതി കൊടുക്കുക. ദെൻ ഇനി രണ്ടാമത്തെ ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. അപ്പോൾ അതെന്താണ്, അത് ഡിഫർ ചെയ്യാണ്. അപ്പോൾ അത് ഡിഫർ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ഐ കാണ്ട് അഗ്രി വിത്ത് യു, എനിക്ക് നിങ്ങളോട് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ അതും എന്താണ്, അതും ഡിഫറാണ്. അപ്പോൾ ഡിഫറിൻ്റെ അവിടെ 3 എന്ന് എഴുതി കൊടുക്കുക. ദാറ്റ്സ് എ ഗുഡ് ആർഗ്യുമെൻറ്റ്, ബട്ട് ദാറ്റ്സ് എ ഗുഡ് ആർഗ്യുമെൻറ്റ്. പക്ഷേ
അപ്പോൾ അതും എന്താണ്, അതും ഡിഫർ ചെയ്യാണ്. ഐ എം അഫ്രൈഡ് യു ആർ നോട്ട് റൈറ്റ്, എനിക്ക് ഐ എം സോറി യു ആർ നോട്ട് റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയുകയാണ്. അപ്പോൾ അതെന്താണ്, അതും ഡിഫർ ചെയ്യാണ്. ദെൻ ഗുഡ് ഐഡിയ സപ്പോർട്ട് ചെയ്യാണ്. ഐ അഗ്രി വിത്ത് യു, ഞാൻ നിങ്ങളോട് യോജിക്കുന്നു, അതും സപ്പോർട്ടാണ്. ദാറ്റ്സ് ട്രൂ, അത് സപ്പോർട്ടാണ്. ഐ സപ്പോർട്ട് ദ ഒപ്പീനിയൻ ദാറ്റ്, അപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, അതും സപ്പോർട്ടാണ്. ദാറ്റ്സ് റൈറ്റ്, അത് കറക്റ്റാണ്. അപ്പോൾ അതും സപ്പോർട്ടാണ്. ഐ ഹാവ് ടു ഡിഫർ, അപ്പോൾ അതെന്താണ്, അത് സപ്പോർട്ട് അല്ലാതെ ഒപ്പോസാണ്. അപ്പോൾ അത് രണ്ടാമത്തെ കോളത്തിൽ. ദെൻ അടുത്തത് എന്താ, ഹൗ ക്യാൻ യു സേ ദാറ്റ്, നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റുമോ, അതെന്താ, അത് ഡിഫർ ചെയ്യാണ്. ദേ വർ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്, അത് ഡിഫർ ചെയ്യാണ്. വെൽ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്, അപ്പോൾ അതെന്താണ്, അത് സപ്പോർട്ട് ചെയ്യാണ്. ഐ അഗ്രി ടു മൈ ഫ്രണ്ട്, അപ്പോൾ അതും സപ്പോർട്ട് ചെയ്യാണ്. ദാറ്റ്സ് ഫൈൻ, അത് സപ്പോർട്ടാണ്. പ്ലീസ് ഡോണ്ട് കുക്ക് അപ്പ് സ്റ്റോറീസ്, അതെന്താണ്, അത് ഡിഫർ ചെയ്യാണ്. പ്ലീസ് ലിസൺ ടു മീ, അതും ഡിഫർ ചെയ്യാണ്. മൈ ഗ്രൂപ്പ് സപ്പോർട്ട് ദ ഐഡിയ, അതായത് അത് സപ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്പർ ആദ്യത്തെ കോളത്തിലും ഡിഫർ ചെയ്യുന്ന നമ്പർ രണ്ടാമത്തെ കോളത്തിലും എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 4 താഴെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ദ ഫോളോയിങ് മാപ്പ് ആൻഡ് ഹെൽപ്പ് ടോട്ടോ ചാൻ റീച്ച് യാസുക്കി ചാൻ ഹൗസ്. അപ്പോൾ എന്താണ്, ടോട്ടോ ചാൻ്റെ വീട്ടിൽ നിന്ന് യാസുക്കി ചാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ആ മാപ്പാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാപ്പ് ഒന്ന് നന്നായി നോക്കുക. Now read the instructions given below. Some of them are correct and some are wrong. Tick the happy face if the instructions is correct. Tick the sad face if it is wrong. എന്താണ്, അപ്പോൾ താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാണ്, കുറച്ച് തെറ്റാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ളതിൻ്റെ അവിടെ ഹാപ്പി ഫേസിൻ്റെ അവിടെ ടിക്ക് ഇടുക. ദെൻ റോങ് ആയിട്ടുള്ളതിൻ്റെ സാഡ് ഫേസിൻ്റെ അവിടെയും ടിക്ക് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. There is a road in front of Toto Chan's house. If you go towards the east, you will reach Cobbler's Junction. അപ്പോൾ ആ മാപ്പ് നോക്കുക. Then if you go towards the ഈസ്റ്റിലേക്ക് പോയാൽ you will reach Cobbler's ജംഗ്ഷൻ്റെ അവിടെ എത്തും. അപ്പോൾ ആ മാപ്പ് നോക്കുക. ദെൻ ഈസ്റ്റിലേക്ക് പോയാൽ കോബ്ലേഴ്സ് ജംഗ്ഷൻ്റെ അവിടെ എത്തും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹാപ്പി ഫേസിൻ്റെ അവിടെ ടിക്ക് ഇടണം. ദെൻ എത്തില്ല എന്നുണ്ടെങ്കിൽ സാഡ് ഫേസിൻ്റെ അവിടെ ടിക്ക് ഇടണം. ഓക്കെ, അപ്പോൾ ആ കൂട്ടുകാർ ആ മാപ്പ് നോക്കിയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 5, study the following sentences. A sentence taken from The Great Adventure. The children consider their trees their own private property. If you want to climb someone else's tree, you have to seek their permission very politely, saying, "Excuse me, may I come in?" Now read the story given below. അപ്പോൾ എന്താണ്, താഴെ ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോറി ഒന്ന് വായിച്ച് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റോറിയുടെ ഹെഡിങ് എന്താ, monkeys go on strike. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. A group of monkeys decided to go on a strike. The duration of the strike was from 6 a.m. to 6 p.m. They sat silently in a circle under a tree. After some time, one of the monkeys broke the silence. "Can we collect some bananas so that we can eat them sharp at 6 p.m.?" he asked the leader of monkeys. The leader permitted them to do so. So the monkeys collected bananas and the fast began. Some monkeys wanted to keep the bananas in their hands, some wanted to peel them, some others wanted to cut them into pieces. Yet another one wanted to keep the pieces in its mouth, but they needed the permission from the leader. അപ്പോൾ എന്താണ്, ഇവരൊരു സമരത്തിലാണ്. അപ്പോൾ ഇവർ 6 മണി മുതൽ 6 മണി വരെ ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് വിചാരിച്ചു. ദെൻ അതിലത്തെ ഒരു മങ്കി പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കുറച്ച് ബനാന കളക്ട് ചെയ്താൽ നമുക്ക് 6 മണിക്ക് തന്നെ കഴിക്കാമെന്ന്. അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ കളക്ട് ചെയ്ത് കയ്യിൽ പിടിച്ചു. അപ്പോൾ ചിലവരൊക്കെ അത് കഴിക്കാൻ വേണ്ടി പീൽ ചെയ്ത് വെച്ചു. ദെൻ ചിലവരൊക്കെ വായിൽ വെച്ചു. അപ്പോൾ അതിൻ്റെ പെർമിഷൻ ചോദിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റോറി. ദെൻ അതിൻ്റെ അടിയിൽ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കാം. ഹൗ വിൽ ദേ
സീക്ക് പെർമിഷൻ. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മങ്കീസ് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടാവുക? ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ പിക്ചേഴ്സ്. ആഡ് ഡയലോഗ്സ് ടു ദ ബബിൾസ്. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ബാക്കിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്, പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ പിക്ചേഴ്സിന് നമ്മൾ ഡയലോഗ് ആഡ് ചെയ്യണം. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ക്യാൻ ഐ, മേ ഐ, ഷോൾ ഐ, am I allowed to, would you mind, would to be all right if I, is it all right, okay dad, is that any change of my. അപ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ യൂസ് ചെയ്യാം. ഈ എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളോട് സെൻറ്റൻസ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എന്താണ് ദ മങ്കീസ് കളക്റ്റഡ് ബനാനാസ്. അപ്പോൾ എന്താണ് മങ്കീസ് ബനാന കളക്ട് ചെയ്തു. വൺ ഓഫ് ദം ആസ്ക്ഡ്. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചു, എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ ഐ ടേക്ക് എ ബനാന, ഞാനൊരു ബനാന എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ആ ബോക്സിൽ എഴുതാം. ദെൻ അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്തതിൽ ഓൾ ഓഫ് ദം ടുക്ക് ദ ബനാന ഇൻ ദെയർ ഹാൻഡ്സ്. അപ്പോൾ എല്ലാവരും അവരുടെ കയ്യിൽ ബനാന എടുത്തു. ദെൻ അനദർ മങ്കി ആസ്ക്ഡ്. അപ്പോൾ വേറെ ഒരു മങ്കി ചോദിക്കുകയാണ്. അപ്പോൾ ആ മങ്കി ചിത്രത്തിൽ എന്താ കാണുന്നത്? ആ മങ്കി ആ ബനാനയുടെ പീൽ ഇങ്ങനെ അഴിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? മേ ഐ പീൽ ദ ബനാന, ഞാൻ ഈ ബനാന പീൽ ചെയ്തോട്ടെ എന്നായിരിക്കും മങ്കി ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ആ ബോക്സിൽ എഴുതുക. ദെൻ അടുത്തതിൽ ഓൾ ഓഫ് ദം പീൽ ദ ബനാന. ദെൻ യെറ്റ് അനദർ മങ്കി ആസ്ക്ഡ്. അപ്പോൾ വേറൊരു മങ്കി ചോദിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും മങ്കി ചോദിച്ചിട്ടുണ്ടാവുക? വുഡ് ഇറ്റ് ബി ഓൾ റൈറ്റ് ഇഫ് ഐ കട്ട് ദ ബനാന ഇൻ ടു പീസസ്. അപ്പോൾ ഈ ബനാന ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിക്കോട്ടെ എന്നായിരിക്കും ആ മങ്കി ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ബബിളിൽ അത് എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്തുണ്ടായി എന്ന് നോക്കാം. All of them cut the banana into pieces. അപ്പോൾ എല്ലാവരും ബനാന ഇങ്ങനെ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തു. അനദർ മങ്കി ആസ്ക്ഡ്. അപ്പോൾ വേറെ ഒരു മങ്കി ചോദിച്ചു. എന്തായിരിക്കും മങ്കി ചോദിച്ചിട്ടുണ്ടാവുക? ക്യാൻ ഐ ഈറ്റ് ദ ബനാന, ഞാൻ ഈ ബനാന കഴിച്ചോട്ടെ. ക്യാൻ ഐ ഈറ്റ് ദ ബനാന. അപ്പോൾ ആ ബബിളിൽ എഴുതുക ക്യാൻ ഐ ഈറ്റ് ദ ബനാന. ദെൻ നെക്സ്റ്റ് പിക്ചറിൽ ഓൾ ഓഫ് ദം എയ്റ്റ് ദ ബനാനാസ്. അപ്പോൾ എല്ലാവരും ബനാന കഴിച്ചു. ഓക്കെ, അപ്പോൾ ആ സ്റ്റോറി അവിടെ അങ്ങനെ അവസാനിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Activity 6. Study the situations given. You may write 3 different expressions to seek permission. അപ്പോൾ പെർമിഷൻ ചോദിക്കാനുള്ള 3 എക്സ്പ്രഷൻസ് എഴുതുക. യു ആർ ലേറ്റ് ടു സ്കൂൾ, ദ ക്ലാസ് ഹാസ് ബിഗൺ. എന്താണ്? നിങ്ങൾ സ്കൂളിലേക്ക് എത്താൻ ലേറ്റായി, ക്ലാസ് തുടങ്ങി. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പെർമിഷൻ ചോദിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചോദിക്കും? അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചോദിക്കാം? മേ ഐ കം ഇൻ പ്ലീസ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. എക്സ്ക്യൂസ് മീ, മേ ഐ ഗെറ്റ് ഇൻ, ക്യാൻ ഐ കം ഇൻ പ്ലീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പെർമിഷൻ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്ത സിറ്റുവേഷൻ, യു വാണ്ട് ടു ഗോ ഹോം ഏർലി ഫ്രം സ്കൂൾ. നിങ്ങൾക്ക് വീട്ടിലേക്ക് നേരത്തെ പോകണം സ്കൂളിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പെർമിഷൻ ചോദിക്കുക? അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം? മേ ഐ ഗോ ഹോം ഏർലി പ്ലീസ്, ഞാൻ വീട്ടിലേക്ക് നേരത്തെ പോയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ, മേ ഐ ഗോ ഹോം ഏർലി ടുഡേ, ഞാൻ ഇന്ന് വീട്ടിലേക്ക് നേരത്തെ പോയിക്കോട്ടെ. ക്യാൻ ഐ ഗോ ഹോം ഏർലി പ്ലീസ്, അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് നേരത്തെ പോയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പെർമിഷൻ ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഒരു സിറ്റുവേഷൻ, യു ഫോർഗോട്ട് ടു ടേക്ക് യുവർ പെൻ, യുവർ ഫ്രണ്ട്സ് പെൻ ഇസ് ഓൺ ദ ഡെസ്ക്, യു വാണ്ട് ടു ടേക്ക് ഇറ്റ്. അപ്പോൾ എന്താണ്? നിങ്ങൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പെൻ എടുക്കാൻ മറന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പെന്ന് ഡെസ്കിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ അതെടുക്കും? അപ്പോൾ നമ്മൾ എന്തൊക്കെ ചോദിക്കും? അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം? മേ ഐ ടേക്ക് യുവർ പെൻ പ്ലീസ്, ഞാൻ നിങ്ങളുടെ പെൻ എടുത്തോട്ടെ. മേ ഐ ബോറോ യുവർ പെൻ പ്ലീസ്, ഞാൻ നിങ്ങളുടെ പെൻ എടുത്തോട്ടെ. ലെറ്റ് മീ ടേക്ക് യുവർ പെൻ പ്ലീസ്, ഞാൻ നിങ്ങളുടെ പെന്നെടുത്തോട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ മീനിങ് ഒക്കെ ഒരുപോലെയാണ് വരിക, പക്ഷേ ഈ തരം രീതിയിലൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടത്. ഓക്കെ, പെർമിഷൻ ചോദിക്കാനായിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഇവയൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then our next activity 7, on the tree shown below you can see letters of certain words. അപ്പോൾ താഴെ ഒരു ട്രീ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രീയിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? certain words കാണാൻ പറ്റും. but they are only the parts of a word. അപ്പോൾ ഒരു വേർഡിൻ്റെ കുറച്ച് പാർട്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. you can join the parts and form meaningful words. അപ്പോൾ ഈ പാർട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, to help
help you identify the words. The following clues are provided. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ക്ലൂസ് ഒന്ന് വായിച്ച് നോക്കാം. എ ബെഡ് മെയ്ഡ് ഓഫ് റോപ്സ് tied between trees to hang on to make somebody feel better with shyness, a person or an animal that travels with you or spends time with you, a piece of equipment for climbing up and down a wall or a tree to allow somebody to do something. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂ. ഇനി നമ്മുടെ താഴെ തന്നിരിക്കുന്ന ട്രീ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ. ഇപ്പോൾ ഇവിടെ ഒരു വേർഡ് പെർമിറ്റ് എന്ന് വരുന്നുണ്ട്, PERMIT. അപ്പോൾ പെർമിറ്റ് വരുന്ന ആ ഭാഗം മാത്രം ഒരു കളറായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നേരത്തെ വായിച്ച ക്ലൂസിലേക്ക് ഒന്നും കൂടി പോയിട്ട് ആ വരുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. എന്നിട്ട് ആ വേർഡ്സ് സെയിം കളറായിട്ട് കളർ ചെയ്യുക. ഓക്കെ, ദെൻ ഒന്നാമത്തെ എ ബെഡ് മെയ്ഡ് ഓഫ് റോപ്സ് ടൈഡ് ബിറ്റ്വീൻ ട്രീസ് ടു ഹാങ് ഓൺ. അതെന്താണ്? അത് ഹാമോക്കാണ്. അപ്പോൾ അവിടെ ഹാമോക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഹാമോക്ക് ഒരുപോലത്തെ കളറേറ്റ് കൊടുക്കുക. ഓക്കെ, ഈ നെക്സ്റ്റ് ടു മേക്ക് സംബഡി ഫീൽ ബെറ്റർ. അതെന്താണ്? കംഫർട്ടാണ്. ദെൻ കംഫർട്ട് കളർ ചെയ്യുക. വിത്ത് ഷൈനസ് അതെന്താണ്? ബാഷ്ഫുള്ളി. ദെൻ എ പേഴ്സൺ ഓർ എൻ ആനിമൽ ദാറ്റ് ട്രാവൽ വിത്ത് യു ഓർ സ്പെൻഡ് ടൈം വിത്ത് യു. അതാരാണ്? അത് കമ്പാനിയൻ ആണ്. ദെൻ കമ്പാനിയനിൽ കളർ ചെയ്യുക. എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ഫോർ ക്ലൈംബിങ് അപ്പ് ആൻഡ് ഡൗൺ എ വാൾ ഓർ എ ട്രീ എന്ന് പറയുന്നത് എന്താണത്? ലാഡറാണ്. ലാഡർ. ഈ നെക്സ്റ്റ് ടു അലോ സംബഡി ടു ഡു സംതിങ്. അപ്പോൾ അത് ഏതാണ്? അതാണ് പെർമിറ്റ്. അപ്പോൾ പെർമിറ്റ് കളർ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കളർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി 8 എന്താണെന്ന് നോക്കി നോക്കാം. Next activity 8, complete the passage by choosing the words given in the brackets. അപ്പോൾ എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ലീഷ്ഫുള്ളി അല്ല, അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അവിടെ ബാഷ്ഫുള്ളി ആണ് വരിക. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ലാഡർ, പെർമിറ്റ്, കമ്പാനിയൻ, കംഫർട്ടബിളി, ഹാമോക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വൺ ഡേ യാസുകി ചാൻ വെൻ ടു മീറ്റ് Toto-chan. She was the only dash of Yasugi-chan. എന്താണ്? She was only companion of Yasugi-chan. എന്താണ്? Only companion of Yasugi-chan. But Toto-chan was sleeping in the garden. അപ്പോൾ എന്താണ്? Toto-chan was sleeping comfortably in the hammock in the garden. Okay. Next, Yasuki-chan called her, but she did not wake up. Yasuki-chan looked around. He saw a ladder. Okay. He took it and somehow kept it against the tree. He tried to climb up the ladder. Some of his friends saw this and they did not permit him to climb up. എന്താണ്? അപ്പോൾ കുറച്ച് പേര് കണ്ടിട്ട് ക്ലൈംബ് ചെയ്യാൻ പെർമിറ്റ് അലോ ചെയ്തില്ല. അപ്പോൾ അവിടെ എന്താണ് വരിക? പെർമിറ്റ് ഹിം ടു ക്ലൈംബ് അപ്പ്. ഹി ലുക്ക്ഡ് അറ്റ് ദം ഡാഷ്. ഹി ലുക്ക്ഡ് അപ്പ് അറ്റ് ദം ബാഷ്ഫുള്ളി. ഓക്കെ, എന്താണ്? ബാഷ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. The next editing ആണ് Toto's diary. Like all other children at home, I too have a tree of my own. Yesterday, Yasuki-chan invited to climb my tree. It was really a pleasant experience. Yasuki-chan was thrilled. He was waiting for me when I reached the school. I pulled out a ladder from the shed near school, but Yasuki-chan cannot climb it. Then I brought a step ladder. Then Yasuki-chan could climb to the top of the ladder, but he is not able to climb on the tree. I pulled him on the tree. We sat on the fork of the tree. We talked for a long time. Yasuki-chan tell me about television. He said that we could watch sumo wrestling in the box, but how can a sumo wrestling a small box get into? Is Yasuki-chan telling a lie? No, he is my best friend. He don't tell a lie, especially to me. Edit the passage and rewrite it. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ടോട്ടോൻ്റെ ഡയറി വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ശരിക്കും പോലെ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം.
അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് എങ്ങനെ വരും എന്ന് നോക്കാം. ലൈക്ക് ഓൾ അതർ ചിൽഡ്രൻ അറ്റ് ടോമോ, ഐ ടു ഹാവ് എ ട്രീ ഓഫ് മൈ ഓൺ. യെസ്റ്റർഡേ ഐ ഇൻവൈറ്റഡ് യാസുക്കി ജാൻ ടു ക്ലൈംബ് മൈ ട്രീ. ഇറ്റ് വാസ് റിയലി എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ്. യാസുക്കി ജാൻ വാസ് thrilled. He was waiting for me when I reached the school. I pulled out a ladder from the shed near the school, but Yasuki Jan could not climb it. Then I brought a step ladder. Then Yasuki-chan could climb to the top of the ladder, but he was not able to climb on the tree. I pulled him on the tree. We sat on the fork of the tree. We talked for a long time. Yasuki-chan told me about television. He said that we could watch sumo wrestling in that box. But how can a sumo wrestler get into a smaller box? Is Yasuki-chan telling a lie? No, he's my best friend. He didn't ടെൽ എ ലൈ എസ്പെഷ്യലി ടു മീ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്തിട്ട് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.